ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ പേര് വൈറ്റ് ക്യാപ്പ് എന്നാണ്. ലോക് ബാബു ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതൊരു സ്റ്റോറിയാണ്. ഇതിലെ കുറച്ച് കുട്ടികൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ആ കുട്ടികളുടെ അവിടെ ഒരു മുകളിലായിട്ട് ഒരു പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കുട്ടീനെ കാണാം അല്ലേ. ഈ കുട്ടിയുടെ പേരാണ് കേശവ്. ഇവനാണ് നമ്മുടെ ഈ പാഠത്തിലെ മെയിൻ കഥാപാത്രം. അപ്പോൾ ഈ കുട്ടി വെറും 8 വയസ്സ് പ്രായമുള്ള 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് ജയിച്ച ഒരു കുട്ടിയാണ് കേശവ്. അപ്പോൾ ആ കുട്ടിയുടെ ഈ ഒരു കഥ നമുക്ക് നോക്കാം. അപ്പോൾ പാഠത്തിലേക്ക് കടക്കാം കേട്ടോ. नई बसाहटों के कारण हर साल शहर की शक्ल बदल जाती थी. നയി ബസാഹട്ടോം കെ കാരൻ, ബസാഹട്ട് എന്ന് പറഞ്ഞ വാസസ്ഥലം, അതായത് പുതിയ വാസസ്ഥലങ്ങൾ കാരണം ഹർ സാൽ ഓരോ വർഷവും ഷഹർ കി ഷക്ല് ബദൽ ജാതീതി, ഷഹർ എന്ന് പറഞ്ഞ നഗരമാണ്, പട്ടണം അല്ലെ. സിറ്റിയുടെ ഓരോ ഷക്ല് എന്ന് പറഞ്ഞ രൂപം, സിറ്റിയുടെ രൂപം ബദൽ ജാതീതി മാറുന്നു. അതായത് പുതിയ വാസസ്ഥലങ്ങൾ കാരണം, കുറെ ഡെവലപ്മെന്റ് കാരണം എന്താണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഉയർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാണധീൻ इमारतों में काम करने वाले मजदूरों का गांव इतनी दूर था कि वे रोज वहां लौट नहीं सकते थे. നിർമ്മാണധീൻ ഇമാരത്തും, നിർമ്മാണധീൻ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ബിൽഡിങ്ങുകളുടെ, ഇമാരത്ത് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്, അതിൽ ജോലി ചെയ്യുന്ന ഓരോ നിർമ്മാണ തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുന്ന മസ്ദൂർ എന്ന് പറഞ്ഞ തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾക്ക് ഗാവ് ഇത്തനി ദൂർദ, അവർ താമസിക്കുന്ന അവരുടെ ഗ്രാമം ഒരുപാട് ദൂരെ ആയതുകൊണ്ട് വേ റോസ് വഹാ ലൗട്ട് നെഹി സക്തി, അവർക്ക് ദിവസവും അവിടേക്ക് എത്താൻ കഴിയാറില്ല. ऐसे मजदूर निर्माणाधीन इमारतों के आसपास ही किसी कोने में अपनी गठरियां रखकर चूल्हा सुलगाकर ഭോജൻ ബനാത്തെ ഹി. അതുകൊണ്ട് ऐसे മസ്ദൂർ നിർമ്മാണധീൻ ഇമാരത്തോം കെ ആസ്പാസ്, ഇങ്ങനെയുള്ള തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു, അവര് നിർമ്മിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെ കിസി കോനേമേ, ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് അപ്പനി ഘട്ടരിയാം, തൻ്റെ ഗട്ടരിയം എന്ന് പറഞ്ഞ സാധനങ്ങൾ, ഭാണ്ഡങ്ങൾ, അത് ബണ്ടിലൊക്കെ വെച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ അവരെന്ത് ചെയ്യും, ചൂൽഹ സുൽഗാക്കർ, അടുപ്പ് കത്തിച്ച് ഭോജൻ ബനാത്തെ, ഫുഡ് ഉണ്ടാക്കുന്നു, ഗാത്തെ ഔർ രാത്ത് ഗുസാർത്തെ രഹത്തെ, എന്നിട്ട് അത് കഴിച്ച് അവിടെ ചെലവഴിക്കുന്നു കേട്ടോ. പാവപ്പെട്ട ആളുകൾ, അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇതുപോലെയാണ്, ഇന്നും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അവര് പണി നടക്കുന്ന ആ സ്ഥലത്ത് ഏതെങ്കിലും ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ട് അവരവിടെ താമസിക്കുന്നു. അങ്ങനെ താമസിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് നമ്മുടെ കേശവ്. ഇനി മസ്ദൂർ പഹരേദാരോമേ ഏക് പരിവാർ കേശവ് കാബീദ, ഇങ്ങനെയുള്ള ഈ മസ്ദൂർ പഹരേദാർ എന്ന് പറഞ്ഞ വാച്ച്മാൻ ആണ് കേട്ടോ, കാവൽക്കാരി. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന പരിവാർ കേശവ് കാബീദ, കേശവന്റെ കുടുംബവും ഇങ്ങനെ ഒരു ജോലിയാണ് ചെയ്യുന്നത്. കേശവ് 8 സാൽ കാ ചോട്ടാസ നാട്ടാസ സാവുലാസ ലടുക്കാത, അപ്പൊ കേശവ് എന്ന് പറഞ്ഞ കുട്ടി 8 സാൽ കാ 8 വയസ്സുള്ള, ചോട്ടാസ ചെറിയ, സാവുലാസ എടുക്കാതെ ഇരുണ്ട നിറമുള്ള ഒരു കുട്ടിയാണ്, ഒരു ആൺകുട്ടിയാണ് കേശവ്. ഉസ്കെ മാതാപിതാ ബേമേത്തര ജില്ലയ്ക്ക് കിസി ഗാവ് സെ യഹാം പഹുഞ്ചേ ഹി, അവന്റെ അമ്മയും അച്ഛനും ബേമേത്തര എന്ന ജില്ല, അതായത് ഛത്തീസ്ഗഡിലുള്ള ഒരു ഗ്രാമമാണ്, അവിടെയുള്ളൊരു ഗ്രാമത്തിൽ നിന്നാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. फरवरी माह के अंत में जब गर्मी अपने पाव पसारने लगी थी, ഫെബ്രുവരി മാസത്തിന്റെ അവസാനം, ഗർമി എന്ന് പറഞ്ഞ ചൂട്, അപ്പനെ പാവ് പസാറിനെ ലഗീതി, എന്താണ് ഭയങ്കര ചൂട് അനുഭവിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം. പാവ് പസാറിനെ പറഞ്ഞാൽ കാല് വിടർത്ത, അതായത് ചൂട് കൊണ്ട് കാലിങ്ങനെ നമ്മൾ നിലത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ആ ഒരു സമയത്ത് തീസരി കക്ഷാക്കി അപ്പനി വാർഷിക പരീക്ഷ ദേ ചുക്കനെ കെ ബാദ്, 3ാം ക്ലാസ്സിലെ കൊല്ലപരീക്ഷ, വാർഷിക പരീക്ഷ എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാം കഴിഞ്ഞതിന് ശേഷം കേശവ് അപ്പനെ ദാദാജി സെ മാതാപിതാ കെ പാസ് ഷഹർ ജാനേക്ക് ജിദ്ദ് കർ ബൈഠ. അപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ കേശവ് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഷഹറിലേക്ക്, നഗരത്തിലേക്ക് പോകണമെന്ന് വീട്ടിൽ സിദ്ദ് കർ ബൈഠ, വാശി പിടിച്ചിരിക്കുകയാണ്. ബുഡാപേമേം ബച്ചാ ഗുച്ചാ ദിമാങ്ക് ജബ് പോത്തേനെ കുത്തർന ശുരു കിയ, അപ്പോൾ വയസ്സായിട്ടുള്ള അവൻ്റെ ഗ്രാൻഡ് ഫാദർ എന്താണ്, ബുഡാപേമേം ബച്ചാ ഗുച്ചാ ദിമാങ്ക്
മാങ്ക് ജബ് പോത്തേനെ കുത്തർന ശുരു കിയ. വയസ്സായിട്ട് ഒരു ഭാഗത്തിരിക്കുന്ന ആ ഒരു മുത്തശ്ശനെ ഈ പേരക്കുട്ടി, പോത്തെ എന്ന് പറഞ്ഞാൽ പേരക്കുട്ടി, നമ്മുടെ കേശവ് എന്ത് ചെയ്യാണ്, വാശി പിടിച്ചിട്ട് ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടിക്കാണ്, നിരാശനാക്കാണ് കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അപ്പോൾ നമ്മളായാലും എന്തെങ്കിലും പറഞ്ഞ് അവരതിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഉസ്കെ ദാദാജിനെ ഉസേ ബസ് മേ ബിട്ടാക്കർ യഹാം ഉസ്കെ മാതാപിതാക്കെ പാസ് ലാ ചോട. അങ്ങനെ അവിടെ നിർത്താൻ പറ്റാണ്ട് എന്ത് ചെയ്യാണ്, അവൻ്റെ ദാദാജി മുത്തശ്ശൻ ബസ്സിൽ കയറ്റിയിട്ട് അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടിട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ കേശവ് ഇപ്പോൾ എവിടെയുള്ളത്, ഒരു നഗരത്തിലാണ്. അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന, നിർമ്മാണ തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു ഷെഡിൽ താമസിക്കാൻ വേണ്ടി വന്നേക്കാണ്. കാരണം അവൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂള് പൂട്ടിയ ടൈമാണ്, നല്ല ചൂടുള്ള സമയമാണ്. യഹാം ആക്കർ കേശവ് ദിൻ ഭർ കെ ലിയെ പരിവാർ കെ അസ്ഥായി ഢേരെ മേ അകേലെ പടേ രഹിനേക്കോ മസ്ബൂർ ദാം. അപ്പോൾ യഹാം ആക്കർ ഇവിടെ വന്നിട്ടോ, കേശവ് ദിൻ ഭർ ദിവസവും പരിവാർ കെ അസ്ഥായി ഢേരെ മേ, അസ്ഥായി ഢേരെ എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഷെഡ്, അവരെ അമ്മയച്ഛനും താമസിക്കുന്ന ആ താൽക്കാലിക ഷെഡില് അകേലെ പടേ ഒറ്റയ്ക്കാവുന്നു. അവർ ജോലിക്ക് പോകുമ്പോൾ പകൽ മുഴുവനും കേശവ് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കേണ്ടി വരുന്നു. മസ്ബൂർദ നിർബന്ധിതനാവുന്നു, അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നു. ഓക്കെ, ആക്കിർ കുച്ച് ദിനോം അകുലാത്തെ പടേ, അങ്ങനെ കുറച്ച് ദിവസം അവൻ ഒരുപാട് ബുദ്ധിമുട്ടി. അകുലാത്തെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി. അതിന് ബാദ് കേശവ് ഉസ് ഡേറെ സെ ബാഹർ നിക്കല, അങ്ങനെ അവസാനം അവൻ എന്ത് ചെയ്തു, ആ ഷെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആസ് പാസ് കി ദൂസരി കോളനിയും കെ ഉസ്നെ ചക്കർ ലഗായി, അവൻ തൊട്ടടുത്തുള്ള വേറെ കോളനികളിലൊക്കെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ഫിർ ഏക്ക് കോളനി കെ പാസ് ലഡ്കോം കോ ക്രിക്കറ്റ് ഖേൽത്താ ദേഖ് കർ ടഹർ ഗയ, അങ്ങനെ അവൻ നടക്കുന്ന സമയത്താണ് വേറൊരു കോളനിയിൽ കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് അവൻ കണ്ടു. അവൻ അത് കണ്ടു നിന്നു. വഹ് ദൂർ ഏക്ക് നീം കെ പേട് കെ നീച്ചെ ചായാമേ ബൈഠ് ഗയ, അവൻ എന്ത് ചെയ്തു, ഈ ക്രിക്കറ്റ് കളി കണ്ടപ്പോൾ അവൻ അവിടെ അത് നോക്കി ഒരു നീമിൻ്റെ തണൽ, ഒരു വേപ്പ് മരത്തിൻ്റെ തണലിൽ അവൻ അവിടെ ഇരുന്നു കണ്ടു. ബാക്കി ലടുക്കെ നിശ്ചിന്ത് ഹോക്കർ ക്രിക്കറ്റ് ഖേൽത്തെ രഹേ, മറ്റു കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കേശവ് ഇങ്ങനെ നോക്കി നിന്ന് കണ്ടു. കേശവ് അബ് റോസ് ദിൻ മേ ലഡ്കോം കാ ഗേൾ ദേക്കിനെ ഉദർ ആനേ ലഗ, അങ്ങനെ നമ്മുടെ കേശവ് അബ് റോസ് എന്നും എല്ലാ ദിവസവും ഈ ആൺകുട്ടികളുടെ ക്രിക്കറ്റ് കളി കാണാൻ അവിടെ പോവാൻ തുടങ്ങി. നീം കെ നീച്ചെ ബൈഠെ അപ്പന ഖേൽ ദേഖ് രഹേ കേശവ് കോ ലഡ്കോംനെ കുച്ച് ദിനോ അപ്പനെ ഖേൽ മേ തോ ഷാമിൽ നഹീ കിയ. അപ്പോൾ ഈ മരച്ചുവട്ടിലിരിക്കുന്ന കേശവിനെ ഈ ആൺകുട്ടികൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നു, പക്ഷെ അവരുടെ കൂടെ കളിക്കാനൊന്നും കൂട്ടിയില്ല. ഷാമിൽ നഹീ കിയ എന്ന് പറഞ്ഞാൽ കളിക്കാൻ കൂട്ടിയില്ല. മഗർ ഉസെ അപ്പനെ ഹസി മസാഗ് കാ വിഷയ് ജറൂർ ബനാ ലിയാ, പക്ഷെ അവർ ഇവനെ കളിയാക്കി ചിരിക്കാൻ മറന്നില്ല. അതായത് പുറത്തുനിന്ന്, വേറെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ ഇവിടെ ഈ നഗരത്തിലുള്ള കുട്ടികൾക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അല്ലെ, അവരെന്ത് ചെയ്യും, എപ്പോഴും കളിയാക്കും. അങ്ങനെ ഇവനെയും കളിയാക്കാൻ തുടങ്ങി. ഗേൾ മേ ഔട്ട് होकर आए और पहले से नीम के नीचे आकर बैठे लड़के बीच बीच में उसकी घोपड़ी पर तबला बजाते. ഈ കളിയിൽ ഔട്ടായ കുട്ടികൾ ഈ മരത്തിന്റെ ചുവട്ടിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കേശവിന്റെ ബീച്ച് ബീച്ച് മേ ഉസ്കി ഘോപ്പടി പർ തബല ബജാത്തെ, അവന്റെ ഘോപ്പടി എന്ന് പറഞ്ഞ തല, അവന്റെ തലയിൽ കൊട്ടാൻ തുടങ്ങി. 2 കൊട്ട് കൊടുക്കും. നമ്മുടെ കേശവ് ഒരു പാവായതുകൊണ്ട് അവൻ മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ തലയിൽ വന്ന് കൊട്ടിയിട്ട് പോവും. തബല ബജാത്തെ എന്ന് പറഞ്ഞാൽ തല കൊട്ടുക. കബി മസാഗ് മേ സിർ പർ ഹാത്ത് ബി ജമാ ദേത്തെ, അതേപോലെ കളിയാക്കിയിട്ട് തലയ്ക്കൊക്കെ അടിക്കുമായിരുന്നു. തോ ബി കേശവ് മുസ്കുരാത്ത രഹത്ത, പക്ഷെ കേശവ് പുഞ്ചിരിക്കും. അത് എന്ത് തന്നെ ചെയ്താലും അവൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. കുച്ച് ബഡേ ലടുക്കെ സഹാനുഭൂതി ജത്താത്തി, കുറച്ച് വലിയ കുട്ടികൾ അവനോട് അനുകമ്പ പ്രകടിപ്പിച്ചു. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഉസ്കി ഗോപ്പടി കെ പീച്ചെ മത് പഠോ യാർ ദുക്ത ഹോങ്ക, ഒരു വലിയ കുട്ടി പറഞ്ഞൊരു ഡയലോഗാണിത്. അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ്റെ തലയ്ക്ക് അടിക്കണ്ട, അവന് വിഷമാവും, അവന് വേദനിക്കും എന്ന് പറയാണ്.
कुछ दिनों में वह लड़कों के गेल की जरूरत भी बन गया था. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് ഇവന്റെ ആവശ്യമൊക്കെ വന്നു. കിസി ലड़के समय पर ना पहुंचने पर वे केशव को उसके घर बुलवाने भेजने लगे. അവരെന്ത് ചെയ്യും, ഏതെങ്കിലും കുട്ടികൾ സമയത്തിന് കളിക്കാൻ എത്തിയില്ലെങ്കിൽ അവരെ തിരയാൻ വേണ്ടിയിട്ട്, വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബുൽവാനെ എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കാൻ വേണ്ടി भेजने लगे, ഇവനെ അയക്കാൻ തുടങ്ങി. केशव उचक कर अपने नन्हे हाथों से उन लड़कों के घर की ऊंची കോൾബെൽ ബജാത്ത. അപ്പൊ കേശവ് എന്ത് ചെയ്യും, ഉച്ചക്ക് കർ ചാടി ആ ഓരോ കുട്ടികളുടെ വീട്ടിലും പോയിട്ട് ഗർക്കി ഊഞ്ചി കോളിമ്പെല്ല് അടിക്കും. ലടുക്ക ഗുദ് പ്രകട് ഹുവാത്തോ ടേക്ക്. കുട്ടി സ്വയം വാതിൽ തുറന്നു വരികയാണെങ്കിൽ ആ കുട്ടിയോട് പറയും, യദി ഉസ്കെ ഗർവാലെ നിക്കലാത്തെ തോ കേശവ് കോ ദേഖ് അപ്പനെ ലड़के को गेलने ना बेचने का उनका इरादा और पक्का हो जाता. അപ്പോൾ വാതിൽ തുറന്നു വരുന്നത് കുട്ടിയുടെ പേരൻസ് ആണ് എങ്കിൽ ഇവനെ കാണുമ്പോൾ, നമ്മുടെ കേശവനെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അവരെന്ത് ചെയ്യും, അവനെ കളിക്കാൻ വിടില്ല എന്ന് തീരുമാനം ഉറപ്പിച്ചു പറയും. ഇനി അവർ പറയുന്നതാണ്, ഗുല്ലു ആജ് ഗേലിനെ നെഹി ജായേഗ പഠായി കരേഗ തും ബാഗുയ ഹംസി. ഗുല്ലു ഇന്ന് കളിക്കാനൊന്നുമില്ല, അവന് പഠിക്കാനുണ്ട്, നീ ഇവിടുന്ന് ഓടിപ്പോകൂ എന്ന് കേശവനോട് പറഞ്ഞു. അപ്പൊ കേശവ് പറയാണ്, ആന്റി ഉസ്കെ ദോസ്ത് ബുലാ രഹേ ഹേ. ആന്റി അവന്റെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്. കേശവ് മാസൂമിയത്ത് സേ കഹ്ത. മാസൂമിയത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനായിട്ട് പറഞ്ഞു. തുംകോ ബാഗിനെക്കോ ബോലാ ഹേ ഫിർ ബി ഗഡേ ഹോ ലഗാവും ക്യാ ദോ ചാപ്പട്. നിന്നോടല്ല ഇവിടുന്ന് ഓടിപ്പോകാൻ പറഞ്ഞത്, എന്നിട്ട് നീ ഇവിടെ നിൽക്കുകയാണോ, നിനക്ക് 2 അടി തരണോ എന്ന് അവരും പറഞ്ഞു. തബ് ഗിലാഡിക്ക് കമിക്ക് പൂർത്തി കേശവ്സെ കീ ജാതി. അങ്ങനെ കളിയിൽ ഒരാളുടെ കുറവ് വന്നാൽ അവിടെ കേശവനെ അവിടെ ആ കുറവ് നികത്തും. മഗർ ദൂർ ഇമാരത്തോം സെ ജാഡിയോം സെ ഗന്ദി നാലി സെ ബോൾ ലാനെ കാ സിമ്മ കേശവ് കാ ഹി ഹോത്ത. അതേപോലെ എന്താണ്, ദൂർ ഇമാരത്ത് കെട്ടിടങ്ങളുടെ മുകളിലും, അതുപോലെ ജാഡിയും കുറ്റുകാട്ടിലേക്കും, ഗന്ധാനാലി അഴുക്കുചാലിലേക്കൊക്കെ ബോള് പോയാൽ അത് എടുത്തു വരാനുള്ള ചുമതല കേശവന് ആയിരിക്കും. ചാഹേ വഹ് ദോനോ ടീമോമേ കിസി കാ ബി ഹിസ്സാഹി. 2 ടീമിലും കേശവിന്റെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. കൈ ബാർ ഉൻകി ബോൾ കിസി ഗൂഗർ ദമ്പതിക്ക് അഹാത്തേമേ ചലി ജാതി. ഗൂഗർ ദമ്പതി എന്ന് പറഞ്ഞാൽ ഭയങ്കരന്മാരായിട്ടുള്ള ദമ്പതിമാര്, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവരുടെ അഹാത്തേമേ ചലി ജാതി. ഒരു ദിവസം അവരുടെ മുറ്റത്ത് ഈ ബോൾ വന്ന് വീണു. ജിനെ ലഡ്കോം കാ ഇതർ ഗേൽന നെഹീം പസന്ത് നെഹീന്ത. അവർക്കാണെങ്കിൽ കുട്ടികൾ ഇവിടെ കളിക്കുന്നത് തന്നെ ഇഷ്ടമില്ല. ബഡേ ലഡ്കോം കോ വഹാം ബോൾ മാംഗനെ जाने पर അപമാനിത് ഹോനെ അവർ ബോൾ സെ ഹാത്ത് ദോ ബൈഠനെ കാ ഡർ രഹത്താ था. അതുകൊണ്ട് തന്നെ വലിയ കുട്ടികൾക്ക് അവിടേക്ക് പോവാൻ അവരെ അപമാനിതരാകുമെന്നും ഓർത്തും ബോൾ തിരിച്ചു കിട്ടില്ല എന്നും നഷ്ടമാകുമെന്നും ഓർത്തും അവർക്ക് പേടിയാണ് അങ്ങോട്ട് പോവാൻ. इसलिए वे कुछ देर रुककर चुपके से केशव को उनके अहाते के अंदर उतारते. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് മെല്ലെ നമ്മുടെ കേശവനെ ആ മുറ്റത്തേക്ക് ഇറക്കുന്നു. കേശവ് ബന്ദർ കി തരഹ് ബോൾ കോ ഢൂണ്ട് കർ ബാഹൽ ഉജാൽ ദേത്ത. അപ്പൊ കേശവ് എന്ത് ചെയ്യും, കുരങ്ങനെ പോലെ ബോള് താഴ്ന്ന് എടുത്തിട്ട് മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കും. അവർ ലടുക്കെ കേശവ് കോ വാപ്പസ് അഹാത്തേക്ക് ബാഹർ ഗീഞ്ച് ലേത്തെ. കുട്ടികൾ കേശവനെ വലിച്ചു മുകളിലേക്കും കയറ്റും. ഗേൾക്കെ സ്യാദാത്തർ സമയ കേശവ് കിനാരെ ബൈട്ട. അവർ കളിക്കുമ്പോഴൊക്കെയും കേശവ് ആ കിനാരയിൽ അവരുടെ ആ കളി കണ്ടിരിക്കുകയാണ് ചെയ്യാറ്, കളിക്കാനൊന്നും പോവാറില്ല. ബാക്കി ലഡുക്കോംകോ ഗേൾത്ത ദേഖ്താ രഹ. മറ്റു കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കാറാണ് ചെയ്യുന്നത്. कोई भी टीम उसे अपनी तरफ गिलाने को तैयार नहीं होती थी. ഒരു ടീമും അവനെ ടീമിലെടുക്കാൻ തയ്യാറായില്ല. कई बार केशव ने अपने माता पिता से उसके लिए भी बल्ला और बॉल खरीद देने का आग्रह किया था. കുറേ തവണ നമ്മുടെ കേശവ് അച്ഛനോടും അമ്മയോടും പുതിയ ബോളും ബാറ്റും വാങ്ങിത്തരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. മഗർ മാതാപിതാനെ ഉസെ ഡപ്പട്ട് ദിയാത. ഡപ്പട്ട് ദിയ എന്ന് പറഞ്ഞാൽ വഴക്കു പറഞ്ഞു. जब तू अच्छे नंबर से 5वीं पास कर लेगा तो एक ബോൾ ഖരീദ് ഹി ദേങ്കെ. നീ നല്ല മാർക്കോടെ 5ാം ക്ലാസ് ജയിച്ചാൽ നിനക്ക് പുതിയ ബോൾ വാങ്ങിത്തരാം. ഇപ്പം 3ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ അവർ ഇപ്പോൾ 5ാം ക്ലാസ് എത്തിയാൽ വാങ്ങിത്തരാന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ ചോദിക്കണം, അവർ ബല്ല അപ്പോൾ ബാറ്റോ
ഉസ്കെ ബാരെ മേം ബി തബ് സോച്ചെങ്കെ, അത് അപ്പോൾ തീരുമാനിക്കാം. ബേച്ചാര കേശവ് ദിൻകോ റുവാസ പട, അങ്ങനെ അവൻ അവിടെ ഇങ്ങനെ ഇരുന്ന് കരയും. ഇനി അടുത്തത് मगर रात को सपने में वह अपने को अक्सर क्रिकेट खेलता देखा करता. പക്ഷെ രാത്രി ഉറക്കത്തിൽ അവൻ സ്വപ്നത്തിൽ അവൻ ക്രിക്കറ്റ് കളിക്കുന്നത് അവൻ കാണാറുണ്ട്. ഉസ്കെ ഹാത്തോ മേ നയ ബല്ല ഔർ സിർ പർ ജക് വൈറ്റ് കേപ്പ് ഹോത്തി, അവൻ്റെ കയ്യിൽ നല്ലൊരു ബാറ്റും തലയിൽ വെള്ള തൊപ്പിയും ടാങ്കോ പർ ഷാൻദാർ മോട്ടെ പേഡ്, കാലുകളിൽ പാഡും കസേ ഹോത്തെ. मोटे मेढक की तरह दिखते अपने उस रूप की कल्पना पर वह मन ही मन മുസ്കുരാത്ത, ഒരു മോട്ടെ മേഡക്, ഒരു തടിയൻ തവളയെ പോലെയാണ് അപ്പോൾ ആ വേഷം ഇട്ടാൽ അവനെ തോന്നിയിരുന്നത്. അത് ആലോചിച്ച് അവൻ മനഹീമൻ മുസ്കുരാത്ത, മനസ്സിൽ അവൻ ചിരിക്കാറുണ്ട്. ദൂസരെ ലടുക്കെ ചകിത് ഹോ ഉസേ ഗേൽത്താ ദേഖ്തേ രഹത്തെ, മറ്റുള്ള കുട്ടികളും അവനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ അവൻ സ്വപ്നത്തിൽ കാണുകയാണ്. വഹ് ധനാധൻ റൺ പർ റൺ ബനാരഹ ഹോത്ത, അവൻ എന്താണ് റണ്ണുകൾ ഇങ്ങനെ വാരി കൂട്ടുന്നത് അവൻ സ്വപ്നം കാണുകയാണ്. ഏ ചക്ക ഏ ചൗക്ക നെഹി നെഹി നോട്ട് ഔട്ട്, എന്താണ് 6 4 അല്ല നോട്ട് ഔട്ട്. വഹ് ബഡ്ബഡാത്തെ, അങ്ങനെ ഓരോന്നൊക്കെ പെറുപെറുത്തുകൊണ്ട് അവൻ കബി കബി ഉഡ് ബൈത്താം, ഉറക്കത്തിൽ അവൻ 6 അടിക്കുന്നതും 4 അടിക്കുന്നതൊക്കെ അവൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. ഉസേ മാതാപിതാക്കി ഡാണ്ട് ബി ഖാനിപ്പെടുത്തി, അപ്പോൾ ഇവൻ ഇനി ഇരുന്നിട്ട് ഇങ്ങനെ ഉറക്കെ പറയുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവനെ ചീത്ത പറയുന്നു. ഇതർ കോളനി കെ ലഡ്കോം നെ ഹോലി കെ നാം സെ മൊഹല്ലെ മേ ചന്ത കിയ, അവിടെ ഹോളിയുടെ സമയത്ത് കോളനിയിലെ കുട്ടികൾ മൊഹല്ലയിൽ ചന്ത കിയ, പിരിവ് നടത്തി. കുച്ച് അപ്പനാബി ജോഡ, കുറച്ച് പേര് കയ്യിൽ നിന്നും പൈസ എടുത്തു. ഔർ ഷഹർ ജാക്കർ ജമാ ചന്ദേ സെ നയി ക്രിക്കറ്റ് സാമഗ്രി കെ സാത്ത് ഏക്ക് ഷീൽഡ് ബി ഖരീദിലി, അവരെന്ത് ചെയ്തു, ആ പിരിച്ച പൈസ കൊണ്ട് പുതിയ ക്രിക്കറ്റ് ബാറ്റും ക്രിക്കറ്റിൻ്റെ സാധനങ്ങളും പിന്നെ ഒരു ഷീൽഡും വാങ്ങി. 4 ദിനോം തക്ക് ചലനെ വാലെ ഉൻകെ ഇസ് ടെസ്റ്റ് മാച്ച് മേ, അവർ 4 ദിവസമായിട്ടൊരു ടെസ്റ്റ് മാച്ച് നടത്താൻ പോവാണ്. ആ ജീത്തിനെ വാലി ഏക്ക് ടീം കാ ഉസ് ഷീൽഡ് പർ കബ്ജ ഹോന തൈത, അതിൽ ആരാണോ വിന്നർ ആവുന്നത് അവർക്ക് ആ ഷീൽഡ് സ്വന്തമാക്കാമെന്ന് അവർ തീരുമാനിച്ചു. ലഡ്കെ ദോ ടീമോമേ ഭണ്ടേ ഔർ കുച്ച് ദിനോ അഭ്യാസ് ബി കർത്തേ രഹേ, അങ്ങനെ കുട്ടികൾ 2 ടീമായിട്ട് തിരിയുകയും കുറച്ച് ദിവസങ്ങളായിട്ട് അവരതിനു വേണ്ടി പ്രാക്ടീസൊക്കെ ചെയ്യാണ്. ഫിർ അപ്പനി അപ്പനി ടീം കോ ജത്താനെ കെ ലിയെ മൈതാൻ മേ ഉതർ ഗയേ, എന്നിട്ട് അവർ ടീമായിട്ട് ഒരു മൈതാനത്തെത്തി. കേശവ് കോ കിസി ബി ടീമേ ജഗ് നഹി മിലി തി, കേശവനെ അവർ ഒരു ടീമിലും കൂട്ടിയില്ല. കുച്ച് സമയത്തക്ക് ഗേൾ അച്ചാ ചൽത്താ രഹ, അങ്ങനെ കുറച്ച് സമയമായിട്ട് കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിർ ഏക്ക് ബല്ലേബാജിനെ ऐसा ചക്ക മാരാക്കി സബ് ഹക്ക ബക്ക രഹയ, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാറ്റ്മാൻ, ഒരു ബോൾ അടിക്കുന്ന കുട്ടി ഏക്ക് ചക്ക മാര, ഒരു 6 അടിച്ചതും സബ് ഹക്ക ബക്ക രഹയ, എല്ലാവരും അന്തം വിട്ടു നിന്നു. ബോൾ പാസ് की നിർമ്മാണധീൻ ഏക്ക് 3 मंजिल ഇമാരത്ത് की छत पर चली गई, ബോൾ എവിടെ പോയി, 3 നില കെട്ടിടത്തിന്റെ മുകളിലത്തെ റൂഫിൽ 3-ാം നിലയിലേക്ക് ചത്ത് എന്ന് പറഞ്ഞാൽ റൂഫിന്റെ മുകളിൽ ടെറസിലേക്ക് വീണു. ലഡ്കോം കെ പാസ് നൈ വഹ് ഇക്കലൗത്തി ബോൾ ദി, അവരുടെ കയ്യിലാണെങ്കിലോ ഒരേ ഒരു പുതിയ ബോളേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇമാരത്തിക്ക് പീച്ചേക്ക് ഹിൽത്തി ചാലീസെ ചടുക്കർ ചത്ത് തക്ക് ജാന ഉൻകേലെ മുഷ്കിൽ കാംത, ഇനിയിപ്പോൾ ആ ബിൽഡിങ്ങിലേക്ക് കയറി ഇളകുന്ന പ്ലാറ്റ്ഫോമിലൂടെ കയറി കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടമായതുകൊണ്ട് അവരാരും അങ്ങോട്ട് പോവുകയും ചെയ്തില്ല. മുഷ്കിൽ കാംത, അത് കുറച്ച് പണിപ്പെട്ട കാര്യമാണ് അങ്ങോട്ട് പോകാൻ. ഉൻക ഗേൾ രുക്കുകയ, അങ്ങനെ അവരുടെ കളി അവിടെ സ്റ്റോപ്പാവുന്നു. അവർ വേ ഏക്ക് ദൂസരേക്കോ കോസ്തേ, അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഗാലി ദേത്തെ നീംകെ നീച്ചെ ആക്കർ ഗഡേ ഹോ ഗയേ, അങ്ങനെ അവർ വഴക്ക് പറഞ്ഞിട്ട് അവർ ആ വേപ്പിന്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരു കുട്ടി പറയാണ്, 10 बार कहा कि यहाँ से कहीं और जाकर इस मैच का खेलते हैं मगर तुम लोग माने नहीं अब लो, 10 വട്ടമായി, ഞാൻ 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കളിക്കേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് മാച്ച് കളിക്കാമെന്ന്, പക്ഷെ നിങ്ങൾ ആരും അത് കേട്ടില്ല, ഇപ്പം അനുഭവിച്ചോ. സബ് ഈസ് മനോജ് കി ഗൽത്തി ഹെ, എല്ലാം ഈ മനോജ് കാരണ. ജിസ്നെ ഇത്തനി സോർ സെ ബിൽഡിംഗ് കി തരഫ് മാറാത, അവനല്ല ഇത്രയും ഉറക്കെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അടിച്ചത്.
അബ് വഹി ജാക്കർ ബോൾ ലായേ, ഇനിയിപ്പോൾ അവൻ പോയിട്ട് തന്നെ എടുക്കട്ടെ. ഫിർ അപ്പനെ പൈസേസെ നയാ കരുതേ, അല്ലെങ്കിൽ പുതിയത് ഒരെണ്ണം വാങ്ങട്ടെ. ആജിക ദിൻ തോ ഖരാബ് ഹോഹി ഗയ സംജോ, ഇന്നത്തെ ദിവസം അങ്ങോട്ട് നാശായി ഈ മനോജ് കാരണം എന്ന് വേറൊരു കുട്ടി പറയണം. അപ്പൊ മനോജ് പറയാണ്, മുജെ ക്യാ പത്താതാ, എനിക്ക് എന്താ അറിയാം, ബോൾ ബോൾ ഇത്തനി സ്യാദ ഉച്ചൽ ജായകി, ബോൾ ഇത്രയും ഉറക്കെ പോകുമെന്ന് ഞാൻ എങ്ങനെ അറിയും. തും ലോകോംനെ യദി യഹി സാമനെ രോക്കിലി ഹോത്തി, നിങ്ങളത് തടയണ്ടേ. വഹു പീച്ചെ ജാത്തി ഹി ക്യോ, നിങ്ങളെന്താ പിറകെ പോവാതിരുന്നത്. കംസോരി തുമാരിഹെ, നിങ്ങളുടെയാണ് പ്രശ്നം. അബ് ആദാ ദിൻ ബച്ചാഹി, ഈ ഒരു പകുതി ദിവസം ഇപ്പോൾ പോയി. അവർ പാസ് മേ കോയി ദുക്കാൻ ബി നഹീം ഹി, ഇനിയിപ്പോൾ തൊട്ടടുത്ത് കടകളൊന്നും തന്നെ ഇല്ല. അബേ ലടുക്കെ ഗുൻ ബുനാത്തെ ഹുയെ നീം കി ചായ മേ ഹി നിരാശ ബൈഠ് ഗയെ, അങ്ങനെ ആ കുട്ടികൾ ദേഷ്യപ്പെട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിരാശരായിട്ട് ഇരിക്കുകയാണ്. അചാനക് നിരാശ ലടുക്കോം കെ ബീച്ച് ഉൻകി ബോൾ ആക്കർ ഗിരി, പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് അവരുടെ ബോള് അവിടെ വന്ന് വീണു. चकराए चकित लड़कों ने देखा कि उस इमारत की छत पर केशव मुस्कुराता हुआ खड़ा था. അവർ പെട്ടെന്ന് ആശ്ചര്യപ്പെട്ടിട്ട് അവർ മുകളിലേക്ക് നോക്കിയപ്പോൾ ആ ടെറസിന്റെ 3-ാം നിലയിൽ കേശവ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാണ്. അവർ വഹാം സെ ഹാത്ത് ഹിലാ രഹ, അവൻ അവിടെ നിന്ന് കൈ വീശുന്നതും കണ്ടു. ലടുക്കെ ഉച്ചൽപ്പടെ, കുട്ടികൾ വളരെ തുള്ളിച്ചാടി ഭയങ്കര ഹാപ്പിയായി. ഏക്ക് ബഡേ ലടുക്കേനെ ഗുഷ് ഹോക്കർ കഹ, ഒരു വലിയ ആൺകുട്ടി സന്തോഷം കൊണ്ട് പറഞ്ഞു, വാ ടാർസൻ ഹേ യേതോ, ഇവനൊരു ടാർസൻ തന്നെയാണ്. ചലോ യാർ കാം ബൻഗയ, ശരി കാര്യം നടന്നു, നമുക്കിനി കളിക്കാം. ലടുക്കെ കേശവ് കെ നീച്ചെ ആനെ കാ ഇന്തസർ കിയേ ബിന ഫിർ അപ്പനെ ഗേൾ മേ രം ഗയെ, അങ്ങനെ കുട്ടികൾ കേശവൻ താഴേക്ക് ഇറങ്ങി വരുന്നൊന്നും കാത്തു നിൽക്കാതെ അവർ വീണ്ടും കളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ബോൾ ജാഡിക്ക് അന്തർ ചെല്ലുകയെ, പിന്നെ ആ ബോൾ ജാഡിയുടെ ഉള്ളിൽ കുറ്റിക്കാടിന്റെ അകത്തേക്ക് പോയി. അവർ ഗേൾ സരാതെ റുക്കുകയെ, അപ്പൊ വീണ്ടും കളി അവിടെ സ്റ്റോപ്പായി. തബ് ഉനെ കേശവിക്ക് ഫിർ ജറൂരത്ത് മൗസൂസ് ഹുയി, അപ്പോൾ അവർക്ക് കേശവന്റെ ആവശ്യം വന്നു. മഗർ കേശവദ കഹാം, പക്ഷെ അവിടെ കേശവനെ കാണാനില്ലായിരുന്നു. അപ്പൊ കുട്ടികൾ കേശവനെ തിരയാണ് കേട്ടോ. അബേ ദേക്കോ സാലോ വോ ലടുക്ക ചത്ത് സെ ഉത്തര കീ നഹീം, ആരെങ്കിലും ഒന്ന് പോയി നോക്കൂ, അവൻ ആ ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്നോ എന്ന് പോയി നോക്കൂ. ദോ ലടുക്കെ ദൗഡ്കർ ഇമാരത്തിക്കെ പീച്ചെ ബന്ദി ചാളിക്ക് ഔർ ഗയെ, അപ്പൊ 2 കുട്ടികൾ ഓടിപ്പോയിട്ട് ആ കെട്ടിടത്തിന്റെ അവിടേക്ക് താഴെ പോയി നോക്കി. ഔർ ജോ ദേക്കാത്തോ ചില്ല പടയു, പെട്ടെന്ന് അവര് ഉറക്ക നിലവിളിച്ചു. അബേ ഏത്തോ മർഗയാ ലഗ്താഹെ, അയ്യോ ഇവൻ മരിച്ചു പോയല്ലോ. ബാക്കി ലടുക്കെ ബി ഗബരാക്കർ ഉസ് തരഫ് ദൗഡ്, അത് കേട്ടപ്പോൾ മറ്റുള്ള കുട്ടികളും അവിടേക്ക് ഓടി വന്നു. എക്ക് ലടുക്ക ജോ അപ്പനെ സാത്ത് വാട്ടർ ബാഗ് ലേക്കർ ആത്താത, ഒരു കുട്ടി വാട്ടർ ബാഗും കൊണ്ടാണ് അങ്ങോട്ട് ഓടി വന്നത്. ഉസ്നെ ജമീൻ പർ മുടേ തുടേ ബേസുദാ സെ പടേ കേശവ് കെ സിർ പർ പാനി കെ ചീണ്ടെ മാറി, അവൻ എന്ത് ചെയ്തു, ആ ഒടിഞ്ഞു മടങ്ങി കിടക്കുന്ന നമ്മുടെ കേശവന്റെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു. കേശവ് കെ ശരീരമേ ഹൽക്കി സി ഹർക്കത്ത് ഹുയി, അവന്റെ ശരീരം അനങ്ങാൻ തുടങ്ങി. അവർ വഹ് കുൻമുനാനെ ലഗ, അവൻ പിറുപിറുത്തു. മേരി ടാങ്ക് മേരാ ഹാത്ത്, എന്റെ കൈ എന്റെ കാല് എന്ന് അവൻ പിറുപിറുത്തു. ഗബരായെ ഏക്ക് ലടുക്കേനെ കഹ, പേടിച്ചുകൊണ്ട് ഒരു ആൺകുട്ടി പറഞ്ഞു, ചൗക്ക് തക്ക് ദൗഡ്കർ ദോ ലോഗ് ജാവോ ഔർ കോയി ബി ഓട്ടോ ടാക്സി മിലോ ഫോറിൻ ലേക്കർ ആവോ, വേഗം ചൗക്കിൽ പോയി, അതായത് ജംഗ്ഷനിൽ പോയി 2 പേര് ജംഗ്ഷനിൽ പോയിട്ട് ഓട്ടോയോ ടാക്സിയോ വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ. ഹോസ്പിറ്റൽ ലേ ജാനാ ഹോങ്ക, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹം ഇസെ ഉഡാക്കർ ബിൽഡിംഗ് കെ സാമനെ വാലെ ഹിസ്സേമേ ലേ ചലത്തെ, ഞങ്ങൾ വേഗം ഇവനെ ബിൽഡിങ്ങിന്റെ മുന്നിലുള്ള ആ ഭാഗത്ത് കൊടുന്ന് കിടത്താം. ലഡുക്കോമിനെ ജത്തൻ സെ കേശവ്ക്ക് ഉടായ, അപ്പൊ കുട്ടികൾ വളരെ സൂക്ഷിച്ച് നമ്മുടെ കേശവനെ എടുത്തു കൊണ്ടുവന്ന് ഇമാരത്തിന്റെ സാമനെ വാലെ ഹിസ്സേക്ക് സമതൽ ജമീൻ പർ ലേ ആയി, അവരാ നിരപ്പായ സ്ഥലത്ത് കൊടുന്ന് കിടത്തി. ഇത്തനേമേ കേശവയ്ക്ക് മാതാപിതാ ബി ദൗഡത്തെ ഹുയ ആകയെ, അപ്പോഴേക്കും കേശവന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് ഓടി വന്നു. കേശവയ്ക്ക് മാം ചീക്ക് കർ രോപ്പടി, അലറിക്കരഞ്ഞു. തബി ഓട്ടോ ബി ആകയ, അപ്പോഴേക്ക് ഓട്ടോറിക്ഷ വന്നു. കേശവ് കോ ജൽദി സെ ഉസ്മേൻ ലിഠായ, കേശവിനെ വേഗം തന്നെ ഓട്ടോയിൽ കയറ്റി. ഉസ്കെ മാതാപിതാ ബി തക്ഷൺ ഉസ്കെ സാത്ത് ഓട്ടോ മേ സവാർ ഹോകയെ, അങ്ങനെ അവര് അച്ഛനും അമ്മയും കൂടിയിട്ട് കേശവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു.
ലഡ്കോം കാ ദൂസരാ ദിൻ ഖാലി ഖാലി ബീത്ത. അങ്ങനെ പിന്നീട് രണ്ടാമത്തെ ദിവസം കുട്ടികൾ ഒന്നും ചെയ്യാണ്ട് അവരവിടെ വെറുതെ ഇരുന്നു. ഉനോനെ തയ് കിയാ കി ബിനാ ഘർ കെ ലോഗോം കോ ബത്ലായെ കൽ വേ അപ്പനി സൈക്കിൾ സെ ഹോസ്പിറ്റൽ ജായേഗി. അവർ തീരുമാനിക്കുകയാണ്, അവർക്കിപ്പോൾ ഒരു മൂഡില്ല കളിക്കാനൊന്നും. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പറയാണ്ട് സൈക്കിളും എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകണം. യഹാം കേശവ് ക ഇലാജ് ഹോ രഹായ. അവിടെ കേശവിന്റെ ചികിത്സ നടക്കുന്നുണ്ട്. ഉനോമിനെ ദൊപ്പഹർക്ക സമയത്ത് അയക്കുക. അങ്ങനെ അവർ ഉച്ച നേരത്ത് ഇറങ്ങാൻ തീരുമാനിച്ചു. അവർ ഏക്ക് ഏക്ക് കർ സബി നീം കെ പേട് കെ പാസ് ജമാ ഹോനെ ലഗെ. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് വരാൻ തുടങ്ങി. മഗർ തബി ഉനോമിനെ ദേഖ. പക്ഷേ അപ്പോൾ അവർ കണ്ടു, കേശവ് കെ അസ്ഥായി ഡേരെ കെ പാസ് ഏക്ക് ഓട്ടോ ആക്കർ ഗഡാ ഹുവ. കേശവിന്റെ ആ ഒരു ഷെഡിന്റെ അവിടെ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത് അവർ കണ്ടു. ഉസ്മേ സെ കേശവ് കെ മാതാപിതാ ഉദാർക്കർ ഡേർ കെ അന്തർ ജാ രഹേ. അതിൽ നിന്ന് കേശവിന്റെ അച്ഛനും അമ്മയും ഇറങ്ങിയിട്ട് അവരുടെ ഷെഡിലേക്ക് പോകുന്നു. മഗർ കേശവ്, പക്ഷെ കേശവനെ കാണാനില്ലായിരുന്നു. ഉനോമിനെ അപ്പനെ ഏക് സാത്തിക്കോ അകേലെ ചുപ്ചാപ്പ് ജാക്കർ കേശവ് കെ ബാരേമേ ഖബർ ലാനെ കെ ലിയെ തയ്യാർ കിയ. അപ്പൊ ഒരാളെനെ അങ്ങോട്ട് വിട്ടു, കേശവനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വിട്ടു. വ ലഡ്ക ഗയ ഔർ ഉസ്നെ ഓട്ടോ വാലേക്ക് സെ ബാത്ത് കി. ആ കുട്ടി പോയിട്ട് ഓട്ടോറിക്ഷക്കാരനോട് കാര്യങ്ങൾ തിരക്കി. അവർ ഓട്ടോമേ ജാക്ക് കർ ചല ആയ. എന്നിട്ട് അവൻ ഓട്ടോറിക്ഷയിലേക്ക് ഒന്ന് എത്തി നോക്കി. ലൗട്ട് കർ ഉസ്നെ ഗബ്രായി ആവാസ് മേ ധീരെ ധീരെ കഹ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അവൻ സങ്കടത്തോടെ പറഞ്ഞു, അബേ ഓട്ടോമേ കേശവ് ഏക്ക് കറവട്ട് ലേട്ടാ ഹേ. അതേ, ഓട്ടോറിക്ഷയിൽ നമ്മുടെ കേശവൻ ചെരിഞ്ഞു കിടപ്പുണ്ട്. മുജ ഉസ്നെ നെഹീൻ ദേക്ക. എന്നെ അവൻ കണ്ടിട്ടില്ല. ഉസ്കെ ഏക്ക് ഹാത്ത് ഔർ ഏക്ക് പയർ മേ പ്ലാസ്റ്റർ ചടാ ഹുവ. അവന്റെ ഒരു കാലും കൈയും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഓട്ടോ വാലേനെ ബത്ലായാക്കി വേ സബി അപ്പന സാമാൻ ബട്ടോർക്കർ ഉസി ഓട്ടോ സെ അബി ബസ് സ്റ്റാൻഡ് ജാ രഹി. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, അവര് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവരെ നാട്ടിൽ പോവാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ പോയിട്ട് അവർ ബസ്സിൽ നാട്ടിലേക്ക് പോകും. വഹീംസെ ബസ്സെ അപ്പനെ ഗാവ്ബി നിക്കൽ ജായി. എന്നിട്ട് അവരെ നാട്ടിലേക്ക് പോവും. അപ്പോൾ സാധനങ്ങൾ എടുക്കാനാണ് അച്ഛനമ്മയും പോയിട്ടുള്ളത്. അടുത്ത ഭാഗം, ബേച്ചാരെ ലഡ്കേക്ക് ഹഡ്ഡിയാം ടൂട്ടി ഗയി ഹേ യാർ ഔർ വഹുബി ഹമാരെ കാരൻ. പാവം ആ ആൺകുട്ടിയുടെ, ആ ചെക്കൻ്റെ ഹഡ്ഡിയാം എല്ല് ടൂട്ടി ഗയി ഹേ ഒടിഞ്ഞു പോയല്ലോ, നമ്മൾ കാരണമല്ലേ. ഗരീബ് മസ്ദൂർ പരിവാർ, പാവപ്പെട്ട കുടുംബം. ജിസ്ക അപ്പന യഹാം കോയി സ്ഥായി ടിക്കാന നഹീന്ത. അവർക്ക് ഇവിടെ സ്ഥിരമായ താമസ സ്ഥലം പോലുമില്ല. अपनी कुल 2-3 കട്ടരിയാം ലേക്കർ ജൽദി ഹി വാപ്പസ് ഓട്ടോമേ ആ ബൈട്ടെ. അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർ ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു. ഓട്ടോ ചൽ പടി, ഓട്ടോറിക്ഷ പോവാൻ തുടങ്ങി. അവർ ജബ് ഉൻ ഗിലാഡി ലഡ്കോം കെ സാമനെ പഹൂഞ്ചി. അപ്പോഴേക്കും ഈ കുട്ടികളെല്ലാവരും കൂടി ഓട്ടോറിക്ഷയുടെ മുന്നിൽ വന്നു നിന്നു. ഉനോമിനെ സടക്ക് ഗേർ കർ ഉസേ രോക്കിലി. അങ്ങനെ ഓട്ടോ അവരൊന്ന് തടഞ്ഞു. അങ്കിൾ കേശവ് കൈസാഹി. അങ്കിൾ കേശവൻ എങ്ങനെയുണ്ട്? ആന്റി ഡോക്ടർ ക്യാ പോലെ. ആന്റി ഡോക്ടർ എന്താ പറഞ്ഞത്? ജൽദി ടിക് തോ ഹോ ജായേഗാന. പെട്ടെന്ന് എല്ലാം ശരിയാവുമോ? സാരേ ലड़के चारों तरफ से ऑटो को घेर कर गड़े दे और लेटे हुए केशव को देखते हुए उसके माता पिता से पूछ रहे थे. അങ്ങനെ എല്ലാവരും കൂടി ഓട്ടോറിക്ഷേനെ അവിടെ വളഞ്ഞു. എന്നിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. കേശവ് തക്ലീഫ് മേ തോദ. കേശവൻ വളരെയധികം അവശനായിരുന്നു. മഗർ അബ് ലഡ്കോം കി ആവാസ് സുൻകർ ജാഗ് ഗയ. പക്ഷെ ഈ കുട്ടികളുടെ സൗണ്ട് കേട്ടപ്പോൾ അവൻ ഉണർന്നു. ഔർ ഇനെ ദേഖ്താ ഹുവ ലേട്ടെ ലേട്ടെ മുസ്കുരാ രഹാദ. ഇതൊക്കെ കേട്ടപ്പോൾ അവൻ കണ്ണു തുറന്നിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പന ഏക്ക് സാബുത്ത് ഹാത്ത് സരാസ ഊപ്പർ ഉടായ. എന്നിട്ട് അവൻ അവന്റെ ആരോഗ്യമുള്ള കൈ മുകളിലേക്ക് ഉയർത്തി. തോ ലഡ്കെ ഉസേ ഹാത്ത് മിലാനേക്കോ ടൂട്ട് പടേ. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു? അവന് കൈ കൊടുത്തു. തിരക്ക് കൂട്ടിയിട്ട് അവര് കൈ കൊടുത്തു. തും ജൽദി ടീക്ക് ഹോ ജാവോഗ കേശവ്. നീ പെട്ടെന്ന് തന്നെ ഓക്കെ ആവും കേശവ്. ലഡ്കോം കി ഏക്ക് ടീം കെ കപ്തനെ കഹ. അപ്പൊ അതിലൊരു ക്യാപ്റ്റൻ പറഞ്ഞു, അപ്പനെ ഹാത്ത് മേ രഖ ബിസ്കുറ്റ് കാ പാക്കറ്റ് കേശവ് കി മാം കോ സൗംപ് ദിയ. നീ ഓക്കെ ആവും കേശവ് എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് അവന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആന്റി ഇസെ രാസ്തേമേ ഭൂഖ് ലഗേഗീത്തോ ഗിലായെങ്കിൽ, അവൻ പോകുന്ന വഴിക്ക് വെച്ചാൽ ഇത് അവന് കൊടുക്കണം എന്നും പറഞ്ഞു. അങ്ങനെ അവൻ ഓട്ടോറിക്ഷയിൽ പോകുന്ന രംഗമാണ് കാണുന്നത്. കുട്ടികളെല്ലാവരും സൈക്കിളൊക്കെ എടുത്തിട്ട് ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. അബ് ജബ് തും ലൗട്ടേങ്കെ കേശവ്. ഇനി എന്നാ നീ തിരിച്ചു വരിക കേശവ്?
तो हमारी टीम से खेलना അപ്പോൾ നീ ഞങ്ങളുടെ ടീമിൽ നീ കളിക്കണം. പഹലി ടീം കെ ക്യാപ്റ്റൻ കേശവ്ക്ക് ഓഫർ ദിയ. നമ്മുടെ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ അവന് ഓഫർ കൊടുത്തു, ഞാൻ നിന്റെ ടീമിൽ എടുക്കാന്ന് പറഞ്ഞു. ലഡ്കോവിനെ अपने हाथों का बल्ला पैड स्टंप बॉल और वह शील्ड जो किसी टीम की नहीं हो सकी. അത് ആരുടെയും ടീമിലായിരുന്നില്ല. ഓട്ടോയ്ക്ക് പീച്ചയ്ക്ക് ജഗമേ കേശവ്ക്കോ ദിക്കാത്തെ ഹുയെ ദർദിയ. ആ എല്ലാ സാധനങ്ങളും ഓട്ടോറിക്ഷയുടെ പിന്നിലായിട്ട് കേശവനെ കാണിച്ചുകൊണ്ട് വെക്കുകയാണ്. ഏ ക്യാപ്റ്റനെ अपनी जेब से वाइट कैप निकाली और കേശവ് के सिर की तरफ ദർദി. ഒരാള് കേശവന് അവന്റെ പോക്കറ്റിൽ നിന്നൊരു വെള്ള തൊപ്പി എടുത്തിട്ട് കേശവന്റെ തലയിലേക്ക് ഇങ്ങനെ നീട്ടി. ऑटो आगे बढ़ने लगी तो കേശവ് ने अपने पिता से कहा बाबू मुझे कैप पहना दो. അച്ഛ എനിക്ക് ആ തൊപ്പി വെച്ച് തരൂ എന്ന് പറയുന്നു. ലാസ്റ്റ് ഭാഗം പിതാനെ വൈറ്റ് ക്യാപ് കേശവിക്ക് സിർ പർ പഹനാദി. അങ്ങനെ അച്ഛൻ ആ വെള്ള തൊപ്പി കേശവിന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നു. ഓട്ടോക്കെ ആകെ ബഡ്നെ സെ ദൂർ ഹോത്തി ക്രിക്കറ്റ് ടീമോം കോ ജോ അബ് ബി ഏക് ജഗ ഗഡി. അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷ മുന്നോട്ട് നീങ്ങി, കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓട്ടോക്ക് തറഫ് ദേഖ്തി ഹാത്ത് ഹിലാരി. അവരിങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് നേരെ നോക്കിയിട്ട് ടാറ്റ കൊടുക്കുന്നുണ്ട്. കേശവനെ അപ്പനെ സാപ്പുദ് ഹാത്ത് സെ സിർക്കി ക്യാപ് ഉതാരി. കേശവൻ എന്ത് ചെയ്തു, അവന്റെ കൈ കൊണ്ട് തലയിൽ നിന്ന് തൊപ്പി ഊരിയിട്ട് ഓട്ടോക്കെ ബാഹർ നിക്കാൽക്കാർ ലഹാറിനെ ലഗ വീശി കാണിക്കാനും തുടങ്ങി. അപ്പോൾ ഇതാണ് മക്കളെ സ്റ്റോറി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫുൾ സ്റ്റോറിയുടെ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.